Dear friends, welcome to another episode of English Easy English. Today, we are going to learn how to use had better. Had എന്ന് പറയുമ്പോഴത്തേക്ക് അത് past tense ആണ്. എന്നാൽ had better കൊണ്ട് സൂചിപ്പിക്കുന്നത് present അല്ലെങ്കിൽ ഫ്യൂച്ചറിനെയാണ് had better കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലുള്ള കുറേ പ്രയോഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us start with had better. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാനാണ് ഹാഡ് ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ഹെർ നൗ. അവരുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നതാണ് നല്ലത്. ഹി ഹാഡ് ബെറ്റർ ഗോ നൗ. അവൻ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഹി ഹാഡ് ബെറ്റർ ഗോ ടുമാറോ. അവൻ നാളെ പോകുന്നതാണ് നല്ലത്. അപ്പൊ എന്തായി? നൗ എന്ന് പറയുമ്പോൾ പ്രസന്റ് ആയി, ടുമാറോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറായി. പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെയാണ് ഈ ഹാഡ് ബെറ്റർ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ടു ഫിൽ പെട്രോൾ സിൻസ് ദ പെട്രോൾ ടാങ്ക് ഈസ് ആൾമോസ്റ്റ് എംപ്റ്റി. പെട്രോൾ ടാങ്ക് മിക്കവാറും എംപ്റ്റി ആണ്, അതുകൊണ്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യാനായി നിർത്തുന്നതാണ് നല്ലത്. ബിക്കോസ് ദ നെക്സ്റ്റ് പെട്രോൾ പമ്പ് ഈസ് ഫാർ അവേ ഫ്രം ഹിയർ. അടുത്ത പെട്രോൾ പമ്പ് ഇവിടെ നിന്നും വളരെ അകലെയാണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിന്റെ നെഗറ്റീവ്സ്. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ദെയർ. ആ ബെറ്റർ കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ പോവാതിരിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ദെയർ. ഈ നോട്ട് കഴിഞ്ഞ് ഒരു ടു ചേർക്കാനുള്ള ടെൻഡൻസി കൊണ്ട് അങ്ങനെ ചേർക്കരുത്, അത് തെറ്റാണ്. യു ഹാഡ് ബെറ്റർ നോട്ട് ഡു ഇറ്റ് അലോൺ. നീ അത് ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു കുഴപ്പം പിടിച്ച പണിയാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ് ഹിയർ. നമ്മൾ ഇവിടെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ നാരോ റോഡ്. അതൊരു നാരോ റോഡാണ്, അതുകൊണ്ട് ഇവിടെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഈ ഹാഡ് ബെറ്ററിന്റെ പ്രയോഗം. ഓക്കെ, നെക്സ്റ്റ്, ഇഫ്, അത് കഴിഞ്ഞാൽ വിഷ്, ദെൻ, ഇറ്റ് ഈസ് ടൈം. ഇതിനകത്തെല്ലാം ഓരോ പാസ്റ്റ് വേർഡ് കയറി വരും, പക്ഷെ അത് പാസ്റ്റിനെ അല്ല സൂചിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ എപ്പിസോഡുകൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, let us start with if. If I win a lottery, I will buy a car. ഒരു ലോട്ടറി കിട്ടിയെങ്കിൽ ഞാനൊരു കാർ വാങ്ങിച്ചേനെ. അത് സാധാരണ സെൻസാണ്. അത് പാസ്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, അതിന്റെ അർത്ഥമാണ് നമ്മൾ അറിയേണ്ടത്. ഇഫ് ഐ വൺ എ ലോട്ടറി ഐ വുഡ് ബൈ എ കാർ. വിൻ എന്ന് പറയുന്നത് വൺ ആയി മാറി, വിൽ എന്ന് പറയുന്നത് വുഡ് ആയി മാറി. പക്ഷെ ഇതും ഉദ്ദേശിക്കുന്നത് ലോട്ടറി കിട്ടിയെങ്കിൽ ഞാനൊരു കാർ വാങ്ങിച്ചേനെ എന്ന് തന്നെയാണ്. പക്ഷേ ഇത് സംഭവിക്കാൻ ഒരു സാധ്യതയില്ല എന്നാണ് ഈ പാസ്റ്റ് ടെൻസ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് അവൻ ലോട്ടറി പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട് അവന് ലോട്ടറി കിട്ടാനും സാധ്യതയില്ല. നെക്സ്റ്റ്, വിഷിലേക്ക് പോകും. ഐ വിഷ് ഐ ലിവ്ഡ് ഹിയർ. ഇവിടെ താമസിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ അല്ല താമസിക്കുന്നു. നെക്സ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം നല്ലൊരു ജോബ് കിട്ടിയെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കുഡ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും അത് ഫ്യൂച്ചറിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ നെക്സ്റ്റ് മന്ത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഐ വിഷ് ഐ വെയർ റിച്ച്. ഞാൻ പണക്കാരനായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പണക്കാരൻ അല്ല. ഐ വിഷ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ലിവ്ഡ്, കുഡ്, വെയർ, ഹാഡ് എല്ലാം ഉണ്ട്. എന്നാലും ഇത് പാസ്റ്റ് ആണെങ്കിലും അതൊന്നും പാസ്റ്റിനല്ല സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ടൈം. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകേണ്ട സമയം ആയിരിക്കും. ഇറ്റ് ഈസ് ടൈം വി വെന്റ് ഹോം. വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വെന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലാതെ നമ്മൾ പോയില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ടൈം വി ബോട്ട് എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ ഉള്ള കാറ് എപ്പോഴും വഴി കിടക്കുന്നു, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ടൈം വി ബോട്ട് എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയൊക്കെ പാസ്റ്റ് ഉണ്ടെങ്കിലും അതൊന്നും പാസ്റ്റിനല്ല സൂചിപ്പിക്കുന്നത്. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കാണുമ്പോഴത്തേക്ക് ആകെ വിഷമിക്കരുത്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. അണ്ടിൽ മീറ്റ് അഗെയിൻ.